കാനഡയിൽ സ്ഥിരതാമസത്തിനുള്ള അപേക്ഷാ രീതിയിൽ വലിയ മാറ്റങ്ങൾ വരികയാണ്. ഇനി മുതൽ കാനഡയിൽ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നവർക്ക് മുൻഗണന നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇമിഗ്രേഷൻ ന്യൂസ് കാനഡയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. കാനഡയുടെ 2026-2028 കാലയളവിലെ ഇമിഗ്രേഷൻ ലക്ഷ്യങ്ങളനുസരിച്ചും ഫെഡറൽ ബഡ്ജറ്റിലെ വാഗ്ദാനങ്ങൾ പാലിച്ചും 2026 മുതൽ 2 പ്രധാന സ്ഥിരതാമസ പദ്ധതികൾ ആരംഭിക്കാൻ സാധ്യതയുണ്ട്. ഇത് കാനഡയിൽ താൽക്കാലിക വിസയിൽ കഴിയുന്നവർക്കും വിദേശ പ്രൊഫഷണലുകൾക്കും സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാൻ കൂടുതൽ എളുപ്പമാക്കും. ഇതിലൂടെ കാനഡയിൽ നിലവിലുള്ള കഴിവുള്ളവരെ കൂടുതൽ പ്രയോജനപ്പെടുത്താനും സാങ്കേതിക വിദ്യ, ആരോഗ്യ സംരക്ഷണം, എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിലെ പ്രധാനപ്പെട്ട ജോലിക്കാരെ വേഗത്തിൽ കണ്ടെത്താനും സർക്കാരിന് സാധിക്കും. കാനഡയിലെ താൽക്കാലിക താമസക്കാർക്ക് സ്ഥിരതാമസത്തിനുള്ള ഒരു വലിയ പരിവർത്തന പരിപാടി പുനരാരംഭിക്കാൻ കാനഡ തയ്യാറെടുക്കുകയാണ്. 2026-28 ഇമിഗ്രേഷൻ ലെവൽസ് പ്ലാനിൽ ഇത് വാഗ്ദാനം ചെയ്തിരുന്നു. ഈ പദ്ധതി പ്രകാരം 2026-ലും 27-ലും 33,000 താൽക്കാലിക വർക്ക് പെർമിറ്റ് ഉള്ളവർക്ക് സ്ഥിരതാമസ അനുമതി നൽകാനാണ് ഫെഡറൽ സർക്കാർ പദ്ധതിയിടുന്നത്. കാനഡയിൽ നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ചവരെയാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. അതായത് കാനഡയിൽ സജീവമായി ജോലി ചെയ്യുന്നവരും കൃത്യസമയത്ത് നികുതി അടയ്ക്കുന്നവരും ഇതിൽ ഉൾപ്പെടും. കൂടാതെ കാനഡയിലെ സമൂഹവുമായി ദീർഘകാല ബന്ധമുള്ളവരും രാജ്യത്തിന്റെ പ്രധാന സാമ്പത്തിക മേഖലകളിൽ സംഭാവന നൽകുന്നവരും ഇതിൽ പരിഗണിക്കപ്പെടും. 2026 നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു സ്ഥിരതാമസ പദ്ധതി H-1B വിസയിലുള്ളവർക്കുള്ള വേഗതയിലുള്ള സ്ഥിരതാമസ പാതയാണ്. 2025 ഫെഡറൽ ബഡ്ജറ്റിലാണ് ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. അമേരിക്കയിൽ നിന്നുള്ള ഉയർന്ന വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകളെ കാനഡയിലേക്ക് ആകർഷിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഈ പദ്ധതി വരും മാസങ്ങളിൽ ആരംഭിക്കുമെന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കൃത്യമായ തീയതിയോ വിശദമായ യോഗ്യതാ മാനദണ്ഡങ്ങളോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സ്ഥിരതാമസ പദ്ധതിക്ക് അപേക്ഷിക്കാൻ തയ്യാറെടുക്കുന്നവർ ആവശ്യമായ പ്രധാന രേഖകൾ ശേഖരിക്കാൻ തുടങ്ങണം. ഏതൊക്കെയാണ് രേഖകൾ വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അംഗീകൃത റഡാവിൽ നിന്നുള്ള സാധുവായ ഭാഷാ പരിശോധനാ ഫലങ്ങൾ, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകൾ, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന രേഖകൾ, വിദേശ ഡിഗ്രിക്കാർക്ക് എഡ്യൂക്കേഷണൽ ക്രെഡൻഷ്യൽ അസസ്മെന്റ് ആവശ്യമായി വന്നേക്കാം, വിശദമായ തൊഴിൽ രേഖകൾ, നിലവിലെ ജോലിയുടെ തെളിവ്, സാധുവായ വർക്ക് പെർമിറ്റ് എന്നിവ ഇതിൽ ഉൾപ്പെടും. മുഴുവൻ യാത്രാ ചരിത്രം, യാത്രാ ലോഗ്, എയർലൈൻ ബുക്കിംഗ് കൺഫർമേഷനുകൾ, എല്ലാം പാസ്പോർട്ട് പേജുകളും ഇതിൽ ഉൾപ്പെടുന്നു. തിരിച്ചറിയൽ രേഖകൾ, പാസ്പോർട്ട്, ജനന സർട്ടിഫിക്കറ്റ് എന്നിവ, സർട്ടിഫൈഡ് ട്രാൻസ്ലേഷനുകൾ, കൂടെയുള്ള കുടുംബാംഗങ്ങളുടെ രേഖകളും ആവശ്യമായി വന്നേക്കാം. ഭാഷാ പരിശോധനാ സ്കോറുകൾ അപേക്ഷിക്കുമ്പോൾ 2 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളതാകരുത്. ECA സർട്ടിഫിക്കറ്റുകൾ 5 വർഷം വരെ സാധുവായിരിക്കും. പോലീസ് സർട്ടിഫിക്കറ്റുകൾ ഓരോ രാജ്യത്തിനും വ്യത്യസ്തമായിരിക്കും. ഇത് അപേക്ഷകളിൽ കാലതാമസം വരുത്താൻ സാധ്യതയുണ്ട്. തൊഴിൽ സംബന്ധമായ റഫറൻസ് ലെറ്ററുകൾ, പേ സ്ലിപ്പുകൾ, കരാറുകൾ എന്നിവ തൊഴിലുടമകൾ നൽകണം. അപേക്ഷകന്റെ ജോലിയുടെ ചുമതലകൾ, പ്രവർത്തിക്കുന്ന സമയം, ശമ്പളം, തൊഴിൽ കാലയളവ് എന്നിവ ഇവയിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.